നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന കൃഷി നശിപ്പിച്ചു. ദുരിതത്തിൽ മേഖലയിലെ കർഷകർ. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആമ്പല്ലൂർ സെന്ററിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പൊതുസ്ഥലത്ത് മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ട അറസ്റ്റിൽ. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി. ബുധനാഴ്ചയാണ് തിരുനാൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പുതുക്കാട് പറപ്പൂക്കര മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന കൃഷി നശിപ്പിച്ചു. ദുരിതത്തിൽ മേഖലയിലെ കർഷകർ. കുണ്ടായി എസ്റ്റേറ്റിലെ കണ്ണമ്പുഴ വർഗീസിന്റെ പുഴമ്പള്ളത്തുള്ള കൊക്കോ തോട്ടത്തിലായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കഴിഞ്ഞ ആഴ്ച കുണ്ടായിലെ തോട്ടം തൊഴിലാളികളുടെ പാടിക്ക് തൊട്ടരികിൽ കാട്ടാന എത്തിയിരുന്നു. പ്രദേശത്ത് പുലർച്ചെ വരെ നിലയുറപ്പിച്ച കാട്ടാന പാടിക്ക് സമീപത്തെ കൃഷി നശിപ്പിച്ചിരുന്നു. അടിക്കടി കൃഷിനാശമുണ്ടാകുന്നത് മേഖലയിലെ കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിന് കൂടുതൽ ശക്തി പകരാൻ പുതിയ സേനാംഗങ്ങൾക്ക് ആകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31B ബാച്ചിലെ 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത കാലത്തായി അനിയന്ത്രിതമായി പടരുന്ന ലഹരി മാഫിയ പ്രായ ലിംഗഭേദമില്ലാതെ സമൂഹത്തെ നശിപ്പിക്കുന്നു. സിന്തറ്റിക് ലഹരി മരുന്നുകൾ മനുഷ്യരല്ലാതാക്കുന്നു. ഇതിനെതിരെ പോലീസും എക്സൈസും ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഇവയെ ചെറുത്തു തോൽപ്പിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31B ബാച്ചിലെ 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളാണ് പാസിംഗ് ഔട്ട് ചടങ്ങിലൂടെ കർമ്മപദ്ധത്തിലേക്ക് എത്തിയത്. ബിബിൻ ജോൺ ബാബുജി നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് വർഷ മധുവായിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് മുഖ്യമന്ത്രി പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കാഡറ്റായി TS ശ്രുതിയും മികച്ച ഔട്ട്ഡോർ കാഡറ്റായി വർഷ മധുവും തെരഞ്ഞെടുക്കപ്പെട്ടു. മിജോ ജോസ് ആയിരുന്നു മികച്ച ഷൂട്ടർ. ബിബിൻ ജോൺ ബാബുജി ആയിരുന്നു ഓൾറൗണ്ടർ. P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, കേരള പോലീസ് അക്കാദമിയിലെ ഡയറക്ടർ IG K സേതുരാമൻ, ജനപ്രതിനിധികൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്രിമിനലുകളും ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കി മാറ്റിയവരും ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുമായി ചങ്ങാത്തം കൂടലോ പരസ്യമായി അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതാണ് എന്ന പ്രതീതി സൃഷ്ടിക്കലോ ഒരു തരത്തിലും പോലീസ് സേനയ്ക്ക് ചേർന്നതല്ല. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുജന പങ്കാളിത്തത്തോടുകൂടി ആമ്പല്ലൂർ സെന്ററിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശുചീകരണ പ്രവർത്തനത്തോടനുബന്ധിച്ച് ബോട്ടിൽ ബൂത്തും വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ, ജിജോ ജോൺ, സജ്ന ഷിബു, അശ്വതി പ്രവീൺ, ദിനിൽ പാലപ്പറമ്പിൽ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. പൊതുസ്ഥലത്ത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഗുണ്ട അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാട്ടൂർ മുനയം സ്വദേശിയായ കോഴിപ്പറമ്പൻ വീട്ടിൽ 30 വയസ്സുള്ള പ്രണവാണ് അറസ്റ്റിലായത്. കൊടകരയിലെ ബാറിൽ അമിതമായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി അറിഞ്ഞെത്തിയ കൊടകര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ EA സുരേഷ്, ASI ഗോകുലൻ, സിവിൽ പോലീസ് ഓഫീസർ സിജു എന്നിവരെ ഭീഷണിപ്പെടുത്തി. സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രണവിനെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്.
കോടതിയിൽ ഹാജരാക്കിയ പ്രണവിനെ റിമാൻഡ് ചെയ്തു. പ്രണവിന് കാട്ടൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസും 3 അടിപിടി കേസും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിന് 2022 കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ 1 കേസുമടക്കം 17 ക്രിമിനൽ കേസുകളുണ്ട്. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജനറൽ കൺവീനർ ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, ട്രസ്റ്റി പോൾ മഞ്ഞളി, PRO ബൈജു വാഴക്കാല എന്നിവർ നേതൃത്വം നൽകി. ബുധനാഴ്ചയാണ് തിരുനാൾ. തിരുനാളോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ 7-ന് അളകപ്പനഗർ ത്യാഗരാജ പോളിടെക്നിക് അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പള്ളിക്കുന്ന് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്യും. 1000-ലേറെ വിശ്വാസികൾ പങ്കെടുക്കുന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. രാവിലെ 10-ന് പദയാത്ര തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ വർഗീസ് ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് നടക്കുന്ന ശാരദ ഊട്ടിൽ 10,000-ഓളം പേർ പങ്കെടുക്കും. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പുതുക്കാട് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KS ഷാജു അധ്യക്ഷനായി. ഫിലോമിന ഫ്രാൻസിസ്, CPM പുതുക്കാട് മേഖലാ സെക്രട്ടറി അൽജോ പുളിക്കൻ, MA ഫ്രാൻസിസ്, സിന്ധു ഭാസ്കരൻ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ സെക്രട്ടറി MK അശോകൻ, CP സജീവൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി PG ഷാജി സെക്രട്ടറി, പ്രസിഡന്റായി IS ഷാജുവിനെയും ട്രഷററായി TD സന്ദീപിനെയും 14-അംഗ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പറപ്പൂക്കര മേഖലാ സമ്മേളനം തൊട്ടിപ്പാളിൽ സംഘടിപ്പിച്ചു. KNTU ഏരിയ സെക്രട്ടറി MK അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPM പറപ്പൂക്കര ലോക്കൽ സെക്രട്ടറി KK രാമകൃഷ്ണൻ, MP ജോസ്, രമണി അശോകൻ, KV ശോഭന, ദാസൻ മൂത്തേരി എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി ഷാജു പള്ളത്ത്, പ്രസിഡന്റ് KV വത്സലൻ, ട്രഷറർ PV ജനാർദ്ദനൻ എന്നിവരെ തെരഞ്ഞെടുത്തു. DYFI നന്ദിപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റപ്പള്ളി കപ്പേള വഴി മുതൽ മുപ്പടിയം സെന്റർ വരെ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. CPM നന്ദിപുരം ലോക്കൽ സെക്രട്ടറി ബെന്നി ചാക്കപ്പൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. മുപ്പടിയത്ത് സംഘടിപ്പിച്ച സമാപന യോഗം DYFI ജില്ലാ കമ്മിറ്റി അംഗം PN വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി വിഷ്ണു ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. DYFI നന്ദിപുരം മേഖലാ പ്രസിഡന്റ് സുജിത് K സുധാകരൻ, DYFI നന്ദിപുരം മേഖലാ വൈസ് പ്രസിഡന്റ് അനിക്സ് സണ്ണി എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഗുണഭോക്താക്കളുടെയും കർഷകരുടെയും യോഗം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ ചെങ്ങാലൂർ മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസും പദ്ധതി പ്രദേശങ്ങളും സന്ദർശിച്ചു. കർഷകരും ഗുണഭോക്താക്കളുമായും ഉദ്യോഗസ്ഥരുമായും പദ്ധതിയുടെ നിലവിലുള്ള വിഷയങ്ങൾ MLA ചർച്ച ചെയ്തു. പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് 2.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 2024 സെപ്റ്റംബറിൽ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. ഡോക്ടർ ആൻ ജോസ്, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. അളഗപ്പ നഗർ പഞ്ചായത്തും തൃശൂർ ഐവിഷൻ ഹോസ്പിറ്റലും ചേർന്ന് വരാക്കരയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ പ്രിൻസ് പിണ്ടിയാൻ അധ്യക്ഷത വഹിച്ചു. സെന്റ് ആന്റണീസ് പള്ളി ട്രസ്റ്റി ഫ്രാൻസിസ് പൊട്ടത്തുപറമ്പിൽ, MP വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ആശാ വർക്കർമാരായ സുനി വർഗീസ്, ബിന്ദു പത്മനാഭൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെയും സീതാലയം പ്രോജക്ടിന്റെയും കേരള നാഷണൽ ആയുഷ് മിഷന്റെയും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ശാസ്താംപൂവത്ത് സ്ത്രീകൾക്കായി ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും വനിതാ ദിനാഘോഷവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ
ഷൈബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം PS ചിത്ര, കേരള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ, ഹക്കീം, സീതാലയം കൺവീനർ ഡോക്ടർ സിനി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ മെഡിക്കൽ ഓഫീസർ എന്നിവർ പ്രസംഗിച്ചു. കൊരട്ടിയിൽ ഹാഷിഷ് ഓയിലുമായി കണ്ണൂർ സ്വദേശി പിടിയിൽ. കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി മാന്തോട്ടത്തിൽ വീട്ടിൽ 23 വയസ്സുള്ള ജെറിയാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. അന്നമനട റോഡിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് വൈ ജംഗ്ഷന് സമീപം സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിൽ ചെറിയ ഡപ്പികളിലായി പാൻസിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ച നിലയിൽ ഹാഷിഷ് ഓയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമിത് രംഗൻ, അഡീഷണൽ SI റെജിമോൻ, സീനിയർ CPOമാരായ അഭിലാഷ്, ശ്യാം P ആന്റണി, ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, PM മൂസ, VU സിൽജോ, AU റെജി, ഷിജോ തോമസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് അറസ്റ്റിൽ. ഉത്തർപ്രദേശ് സ്വദേശി 27 വയസ്സുള്ള പ്രദീപ് കുമാർ സോങ്കറിനെയാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസുമായി ചാലക്കുടി പോലീസ് പിടികൂടിയത്. ഇയാൾ ചാലക്കുടി പേട്ടയിൽ ദേശീയപാതയോരത്ത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിൽക്കുകയായിരുന്നു. ഇതിന്റെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയിരുന്നത്. പാൻ മസാല ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇയാൾ വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സാമഗ്രികളും മറ്റും പോലീസ് നശിപ്പിച്ചു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ TT ബൈജു, KA അജിൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുരുകേഷ് കടവത്ത് എന്നിവരാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിന്റെ 41ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സെബി കൊടിയൻ, സോമസുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ CP സജീവൻ, ഫിലോമിന ഫ്രാൻസിസ്, SNDP യോഗം പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, വടക്കേത്തുറവ് ശാഖാ സെക്രട്ടറി PR തിലകൻ, വൈസ്മെൻ ക്ലബ്ബ് പുതുക്കാട് ഭാരവാഹികളായ KL സുരേഷ്, K മുരളീധരൻ ചേലാട്ട്, വർഗീസ് കോക്കാടൻ, തുറവ് കൂട്ടായ്മ കൺവീനർ വർഗീസ് തെക്കേത്തല, PTA പ്രസിഡന്റ് ഹരി പേഴേരി, സ്കൂൾ ഡയറക്ടർ PR വിജയകുമാർ, MPTA പ്രസിഡന്റ് സംന നിതിൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വേനൽ ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ചൂട് സഹിക്കാൻ കഴിയാത്തത് മാത്രമല്ല, പലതരം ആരോഗ്യ പ്രശ്നങ്ങളും ആളുകളെ അലട്ടുകയാണ്. ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണിത്. കൊടും ചൂടിനെ ചെറുക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണശീലങ്ങൾ നോക്കാം. വേനൽ ചൂടിന്റെ കാഠിന്യം കൂടി വരുന്നതോടെ വിയർപ്പിലൂടെ ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടമാകും. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകും. ക്ഷീണം, തലകറക്കം, മൂത്രാശയ രോഗങ്ങൾ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഇടയാക്കും. ജലാംശം നിലനിർത്താൻ ആവശ്യമായ അളവിൽ ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നതാണ് ആദ്യത്തെ വഴി. എന്നാൽ ജലാംശം കൂടുതലടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. തണ്ണിമത്തൻ, വെള്ളരിക്ക, ഓറഞ്ച്, സ്ട്രോബെറി, തക്കാളി തുടങ്ങിയവയെല്ലാം ധാരാളമായി ഉൾപ്പെടുത്താം. ജലാംശം നിലനിർത്തുന്നതിനൊപ്പം മറ്റു പോഷകങ്ങളാലും ഇവ സമ്പന്നമാണ്. സംഭാരം, ഉപ്പിട്ട നാരങ്ങാ വെള്ളം, കരിക്കിൻ വെള്ളം തുടങ്ങിയവയെല്ലാം നല്ലതാണ്. പൊട്ടാസ്യം ധാരാളമടങ്ങിയ ഏത്തപ്പഴം, അവോക്കാഡോ, ചീര തുടങ്ങിയവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എളുപ്പത്തിൽ ദഹിക്കുന്ന ലഘുവായ ഭക്ഷണമാണ് ഈ വേനൽക്കാലത്ത് ഏറ്റവും അഭികാമ്യം. ധാരാളം എണ്ണയും കൊഴുപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് ശരീരത്തിലെ ആന്തരിക താപനില ഉയർത്തുകയും ക്ഷീണം, തളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം ശരീരത്തിനും ആശ്വാസമാകും. ഇത് ശരീരത്തെ ആക്റ്റീവായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. എരിവും പുളിയും അല്പം കുറയ്ക്കുന്നതാണ് ഈ ചൂടുകാലത്ത് നല്ലത്. ധാരാളം വെള്ളം കുടിക്കേണ്ടി വരുന്നതിനാൽ പലർക്കും വിശപ്പില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. ഇതോടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും കുറയും. അതിനാൽ തന്നെ കഴിക്കുന്ന ഭക്ഷണം സമീകൃതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ വേനൽക്കാലത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. യോഗട്ട്, വെള്ളരിക്ക, പുതിനയില, തേങ്ങ, പുളിയുള്ള പഴങ്ങൾ തുടങ്ങിയവയെല്ലാം ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കും. ദഹന പ്രശ്നങ്ങൾ പതിവായ വേനൽക്കാലത്ത് വയറിന്റെ ആരോഗ്യത്തിനായി ധാരാളം ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. വേനൽക്കാലത്ത് ഭക്ഷണം പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യമായ താപനിലയാണ് ഇവ ശേഖരിച്ചു വെക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഡയറി ഉൽപ്പന്നങ്ങളും മാംസാഹാരവും ദീർഘനേരം പുറത്തു വയ്ക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ കൂൾ ഡ്രിങ്ക്സുകളും ഐസ്ക്രീമുമെല്ലാം കഴിക്കാൻ തോന്നുമെങ്കിലും ഈ സമയത്ത് അവ ഒഴിവാക്കുന്നതാണ് നല്ലത്. പഞ്ചസാര ധാരാളം അടങ്ങിയ ഇത്തരം പാനീയങ്ങൾ നിർജ്ജലീകരണത്തിന് കാരണമാകും. ഇതോടെ കടുത്ത ക്ഷീണവും തലവേദനയും അനുഭവപ്പെട്ടേക്കാം. പഞ്ചസാര ചേർത്ത പാനീയങ്ങൾക്ക് പകരം ധാരാളം പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തി സ്മൂത്തികളോ ജ്യൂസുകളോ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എണ്ണയിൽ പൊരിച്ചതും മധുരമുള്ളതുമായ സ്നാക്കുകൾക്ക് പകരം നട്ട്സുകളോ പഴങ്ങളോ ഉൾപ്പെടുത്താവുന്നതാണ്. മധുരമിട്ട ചായ, കാപ്പി തുടങ്ങിയവ ഇടയ്ക്കിടെ കഴിക്കുന്ന ശീലം നിയന്ത്രിക്കുന്നതാണ് ഉചിതം. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള വിഷൻ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, മലയാളത്തിലെ ആദ്യ സാറ്റലൈറ്റ് ചാനലായ ഏഷ്യാനെറ്റ് 2010-11 മുതൽ ഫ്രീ ടു എയർ ചാനലിൽ നിന്ന് പേ ചാനൽ ആവുകയും പിന്നീട് വിവിധ കമ്പനികളുമായി ലയനം നടത്തി അവസാനം ജിയോ ഹോട്ട്സ്റ്റാർ ലയനത്തിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചാനലുകളുള്ള വലിയ ബൊക്കെ ആയി മാറിയിരിക്കുകയാണ്. ഈ ബൊക്കെയിൽപ്പെട്ട ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, സ്റ്റാർ സ്പോർട്സ്, സ്പോർട്സ് 18 തുടങ്ങിയവ ഉൾപ്പെടുന്ന ബൊക്കെയ്ക്ക് ജിയോയുമായുള്ള ലയനത്തിനു ശേഷം ഭീമമായ നിരക്ക് വർധനവ് നടപ്പാക്കിയതിനാൽ ഏപ്രിൽ 1 മുതൽ കേരള വിഷന്റെ ചാനൽ പാക്കേജുകളിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മേൽപ്പറഞ്ഞ ചാനലുകൾ ഉൾപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. എന്നാൽ ഈ ചാനലുകളെല്ലാം പ്രത്യേക ബൊക്കെയായി നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ മുഖേന അഡീഷണൽ പേയ്മെന്റ് നൽകിക്കൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നാളിതുവരെ കേരള വിഷന് പ്രേക്ഷകർ നൽകി വരുന്ന എല്ലാവിധ സഹകരണങ്ങൾക്കും 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം ഭീമമായ നിരക്ക് ചുമത്തിക്കൊണ്ട് പ്രേക്ഷകരുടെ ആസ്വാദനത്തെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റ് നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് മാന്യ പ്രേക്ഷകർ കേരള വിഷൻ ഓപ്പറേറ്റർമാരോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെയും നെന്മണിക്കര പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തലോർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് മാർച്ച് 19 രാവിലെ 8:30 മുതൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് തൊഴിൽ മേളയിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ മാർച്ച് 17-നകം രജിസ്റ്റർ ചെയ്യുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048729625517. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8220 രൂപ, പവന് 65,760 രൂപ. കല്ലൂർ ആദൂർ പാലത്തുപറമ്പിൽ അയ്യപ്പൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ ഈശാനിമംഗലം ശിവക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന നെല്ലായി വീട്ടിൽ കറപ്പൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന കൃഷി നശിപ്പിച്ചു. ദുരിതത്തിൽ മേഖലയിലെ കർഷകർ. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അമ്പലൂർ സെന്ററിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പൊതുസ്ഥലത്ത് മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ട അറസ്റ്റിൽ. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി. ബുധനാഴ്ചയാണ് തിരുനാൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പുതുക്കാട് പറപ്പൂക്കര മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്.
പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.